വന്ന വലിയൊരു അലിഗേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ MDMA ഉപയോഗിച്ചു, MDMA ക്യാരിയറായി, അതുപോലെ MDMA അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് വന്നു, അവർക്ക് കൊടുത്തു ഇവർക്ക് കൊടുത്തു, അവർക്ക് അവരോട് തിന്നാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ അവരിങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന സമയത്ത് എനിക്കെതിരെ വലിയ രീതിയിലുള്ള ബുള്ളിങ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് ചെറ്റത്തനെന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരുപാട് സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അതായത് റോഷിനി എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ വീട്ടിൽ ഇന്ന് എക്സൈസിന്റെ റെയ്ഡ് ഉണ്ടായിരുന്നു. നിങ്ങൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ പെൺകുട്ടിയുടെ വീട്ടുകാരും എങ്ങനെയെങ്കിലും ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എക്സൈസുകാരുടെ അടുത്ത് വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇവിടെ റെയ്ഡിന് വന്നതെന്ന്. പക്ഷെ ആ സമയത്ത് അവർ പറയത്തില്ലല്ലോ. രാവിലെ ആരും ഉറക്കം പോലും എണീറ്റില്ല. റോഷിനിയുടെ വീട്ടില് ഉറങ്ങി കിടക്കുന്ന സമയത്ത് ജീപ്പിൽ വന്നു ചാടി ഇറങ്ങുന്നു. വീട്ടിന്റെ ബാക്കിലും മുന്നിലും ഒക്കെ ആയിട്ട് 7-8 പേര്, വനിതാ കോൺസ്റ്റബിൾ അടക്കമുണ്ട്. എക്സൈസുകാരാണ്, പോലീസുകാരല്ല. ഇവരെല്ലാവരും കൂടി വരുന്നു, വീട്ടിലോട്ട് ഇടിച്ചു കയറുന്നു, ബാക്ക് വഴി ഫ്രണ്ട് വഴിയൊക്കെ ചാടി കയറുന്നു, എല്ലാം വലിച്ചു വാരി ഇടുന്നു. ഉടനെ ചെക്കിങ് നടക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്ന് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അതിനെ തുടർന്ന് ആ കുട്ടിയുടെ വീട്ടിലുള്ള ആൾക്ക് വയ്യാണ്ടാകുന്നു. ECG എടുത്ത് നോക്കിയ സമയത്ത് വേരിയേഷൻ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. ഇതൊക്കെ ആരുടെ കളികളാ? ഈ റോഷിനിയുടെ വീട്ടില് ഇപ്പോൾ ഇങ്ങനെ ഒരു റെയ്ഡ് വരണമെങ്കിൽ ഇത് ആരുടെ കളിയാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ആരെ പറ്റിയാ വീഡിയോ ചെയ്യുന്നത്? അവര് തന്നെയാണ് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലാണ്ട് വെറുതെ ഇരിക്കുന്ന റോഷിനിയുടെ വീട്ടിലും ഈ പറയുന്ന ദിയാസനയുടെ വീട്ടിലും ഒരുമിച്ച് റെയ്ഡ് വരത്തില്ല. ഓക്കെ, ദിയാസനയുടെ വീട്ടിലും റെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ദിയാസനയ്ക്കെതിരെയുള്ള ആരോപണം എന്താ? ലഹരി, ഡ്രഗ്സ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ട്രിവാൻഡ്രത്ത് ദിയാസനയുടെ വീട്ടിലും എറണാകുളത്ത് റോഷിനിയുടെ വീട്ടിലും ഇതെല്ലായിടത്തും കൂടിയൊക്കെ ഓടി നടന്ന് റെയ്ഡ് നടക്കുകയാണ് ഇപ്പോൾ. ഇതെല്ലാം ആരുടെ കളിയാ? പക്ഷെ ഒരു തേങ്ങയും കിട്ടിയില്ല. ആ റോഷിനിയുടെ അച്ഛന്റെ കാണാനില്ലാണ്ട് പോയ കണ്ണാടി തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കാം. ഇപ്പോ അവിടെ നിന്നൊന്നും കിട്ടിയില്ല. കിട്ടാതെ വന്നിട്ട് ഈ എക്സൈസുകാർ വന്നിട്ട് പോയ നാണക്കേട് ആ കുടുംബത്തിന് ഉണ്ടാകുമോ ഇല്ലയോ? എന്റെ ക്വസ്റ്റ്യൻ അതാണ്. കുട്ടികളടക്കം അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകളടക്കം ആ പ്രായമായവരടക്കമുള്ള ആ വീട്ടില് ഇങ്ങനെ എക്സൈസുകാർ ചടപടയെന്ന് വന്ന് റെയ്ഡ് നടത്തിയിട്ട് പോയിട്ട് ആ വീട്ടുകാർ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചീത്തപ്പേര്. ഇനി ആ പ്രായമായ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇതിനൊക്കെ ഉത്തരം ആര് പറയും? ECG എടുത്ത് നോക്കിയപ്പോൾ ചെറിയ വേരിയേഷനും ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ. നിങ്ങൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു കുടുംബത്തിന്റെ അകത്ത് കയറി കളിക്കാനുള്ള നാറിയ കളികൾ വരെ കളിക്കേണ്ടവരൊക്കെ കളിക്കുന്നുണ്ട്. എങ്ങനെയും കൊടുക്കണം. കാരണം ഇവിടെ ഇപ്പോ ഈ പറയുന്ന സജിന എന്ന് പറയുന്ന ഇവളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. തേഞ്ഞൊട്ടി മൂഞ്ചി തിരിഞ്ഞിരിക്കുകയാണ്. നാട്ടുകാരെല്ലാം പൂരത്തെറിവിളി. നാളെ ഇവൾക്ക് ഒരു പ്രൊമോഷൻ പോലും നേരെ വന്ന് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നാട്ടുകാർ പൂരത്തെറി വിളിക്കും. നീ നശിച്ചു പോടി എന്ന് വരെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം നിന്നെയൊക്കെ പോലുള്ള സ്ത്രീകൾക്ക് അപമാനമാണ്. അതുപോലെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഈ സജിനെ പറ്റി അറിഞ്ഞിട്ടുണ്ട്. പലതും ഇനി തെളിവ് സഹിതം വീഡിയോ സഹിതം വരാനായിട്ടുണ്ട്. ഇതൊക്കെ വരുന്ന സമയത്ത് സജിനയുടെ കാര്യത്തിൽ ഏതാണ്ട് കുരിച്ചു വരയ്ക്കേണ്ട തീരുമാനമാവും. അമ്മാതിരി ലെവലിലുള്ള ഐറ്റങ്ങളുണ്ട്. ചുമച്ചതാ കേട്ടാ, സജിനയ്ക്ക് മനസ്സിലാക്കണം, എനിക്ക് ചുമന്നതാ. ഓക്കെ, അപ്പൊ ഇന്ന് രാവിലെ റോഷിനിയുടെ വീട്ടിലും ഈ പറയുന്ന ദിയാസനയുടെ വീട്ടിലും റെയ്ഡ് നടന്നിട്ടുണ്ടായിരുന്നു. ഒരു തേങ്ങയും കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ റോഷിനിയുടെ അച്ഛന്റെ ഇന്നലെ കാണാതെ പോയ കണ്ണാടി ഇന്ന് രാവിലെ കണ്ടു കിട്ടി. അവർ രാവിലെ ഉറക്കം എണീക്കുന്നത് എക്സൈസുകാരെ കണി കണ്ടും കൊണ്ടാണ്. അപ്പൊ എന്ത് ലെവലിൽ കളിക്കുന്നുണ്ട്. എക്സൈസുകാരോട് ചോദിച്ചപ്പോൾ അവര് ഈ ട്രിവാൻഡ്രത്തുനിന്ന് കമ്മീഷണർ വഴി അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഒരു ചെക്കിങ് നടത്താൻ വേണ്ടിയിട്ടുള്ള സംഭവം എന്നാണ് പറഞ്ഞത്. രാവിലെ തന്നെ ചാടി കയറിയെങ്കിൽ ചെക്കിങ് ചെയ്യാണ്. സംഭവം ഇവളെ കയ്യിൽ ഗോൾഡ് ഉണ്ടോ, ഗോൾഡ് സ്മഗ്ലിങ്, ഡ്രഗ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള രീതിയിലുള്ള അന്വേഷണങ്ങളാണ് നടത്തുന്നത്. എനിക്ക് പറയാനുള്ള ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പിനോടാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സജിനയുടെ വീടടക്കം അല്ലെങ്കിൽ സജിനയുടെ ബാക്ക്ഗ്രൗണ്ടുകളും സജിനയുമായി കണക്ട് ചെയ്തിട്ടുള്ള അവരൊക്കെ ആയിട്ട് ഇപ്പൊ സജിനയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നവരടക്കം ചെക്ക് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പരിപാടികൾ പലരും ചെയ്തിട്ടുള്ളവരെയൊന്നും നിങ്ങൾ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല. ഇവിടെ ഇപ്പൊ റോഷിനിയുടെ ഒരു വോയിസ് പരക്കുന്നുണ്ട്. റോഷിനി അത് ചെയ്ത് ഗോൾഡ് കൊണ്ടുവന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ. അവൾ അത് കടത്തിയിട്ടില്ല. ഞാനത് വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. തെളിവ് സഹിതം അവൾ പറയുന്ന കാര്യങ്ങളിലൊക്കെ കഴമ്പുണ്ട് എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, ഇവിടെ റോഷിനിയെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, അവളുടെ ഇമേജ് കളയണം, അല്ലെങ്കിൽ അവളെയും അവളുടെ കുടുംബത്തെ നശിപ്പിക്കണം എന്ന് പറഞ്ഞ് പലരും ടാർഗറ്റ് ചെയ്ത് ഇറങ്ങി നടത്തുന്ന ഒരു അറ്റാക്കായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചുള്ളത് അവളെ. അതുപോലെ സജിനയുടെ എനിക്ക് ചോദിക്കാനുള്ള ഉളുപ്പില്ലേടി നിനക്ക്? ഉളുപ്പില്ലേ? മുടി വായിലിക്കാരാണ് കേട്ടോ. നീ വിചാരിക്കും നിന്നെ കാർ തുപ്പിയെന്ന്. അങ്ങനെ വിചാരിച്ചാലും എനിക്കൊരു ഇല്ല. ഓക്കെ, എന്നാലും സജിന എന്ന് പറയുന്നവളെ എത്രത്തോളം
ഗതികെട്ട സാധനമാണെന്ന് നാട് മൊത്തം അറിഞ്ഞിട്ടുണ്ട്, എക്സ്പോസ് ആയിട്ടുണ്ട്. ഇനി റോഷിനിയും ഫാമിലിയും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കണം. ഒരു കാര്യമില്ലാണ്ട് എന്തിനാണ് വീട്ടിൽ റെയ്ഡ് വന്നത്, എന്ത് അടിസ്ഥാനത്തിലാണ്, ഇനി എന്തോ ഒരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് റോഷിനി. ഓക്കെ, അങ്ങനെ കുറെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആ പാവം പെണ്ണിന്റെ കുടുംബത്തെ എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ നോക്കുന്നു. ഇനി ഞാൻ പറയുന്ന വേറൊരു കാര്യമുണ്ട്, ഈ വന്നവര് ആരെങ്കിലുമൊക്കെ ഉടായ്പകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സാധനം അകത്തോട്ട് കൊണ്ടുവച്ചിട്ട് കിട്ടി സാറേ എന്ന് പറഞ്ഞ് എടുത്ത് പൊക്കി പിടിച്ചു കഴിഞ്ഞാലും തീരാവുന്നതേ ഉള്ളൂ ഈ പറയുന്ന റോഷിനിയുടെ കുടുംബത്തിന്റെ അവസ്ഥ. അത് ദിയാസനയുടെ ആയാലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഓക്കെ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഏതൊക്കെ വഴിയാണ് ചതി, ഏതൊക്കെ വഴിയാണ് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. കാരണം ഇനി റോഷിനിയും ഈ പറയുന്ന ദിയാസനെ എല്ലാം കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് എത്ര കാശെറിയാനും തയ്യാറായിട്ട് നിൽക്കുന്ന കുറെ ടീംസ് ഉണ്ട്. ഓക്കെ, ഞാൻ പറയാതെ തന്നെ മനസ്സിലാവുമല്ലോ ഏതാണ് ആ ടീമെന്ന്. ആ സ്ഥിതിക്ക് ഇനി എങ്ങനെ കാശെറിഞ്ഞിട്ടായാലും എങ്ങനെ തേച്ചൊട്ടിച്ചിട്ടായാലും റോഷിനിയൊക്കെ തകർക്കാനേ നോക്കത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഇനി സംഭവിക്കാൻ പോകുന്ന എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ ആലോചിച്ചോ, എന്തെങ്കിലും രീതിയിൽ വ്യാജ കുറെ സാധനങ്ങൾ ഒപ്പിച്ച് റോഷിനിയെ കൊടുക്കാൻ നോക്കും, ദിയാസനെയും കൊടുക്കാൻ നോക്കും. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ദിയാസനെ ഞാൻ സപ്പോർട്ട് ചെയ്യാറില്ല, പക്ഷേ ഈ ഒരു കേസിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അതിന്റെ റീസൺ ഓപ്പോസിറ്റ് നിൽക്കുന്ന എല്ലാ ഉടായ്പകൾ ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ പണം വാരി എറിയാൻ കെൽപ്പുള്ള, പണം വാരി എറിയാൻ കപ്പാസിറ്റി ഉള്ള 3 കോടികൾ ഹണി ട്രാപ്പ് അടിക്കുന്ന ടീമുകൾക്കും അടക്കം ഇതിനുള്ള പ്രാപ്തി ഉള്ളത് കൊണ്ട് എന്തും ചെയ്യാം, ഇനി എന്തിനേയും വിലക്കെടുക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകണം. പക്ഷേ ആരൊക്കെ എന്തൊക്കെ രീതിയിൽ മറച്ചൊടിച്ച് വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഏറ്റവും വലിയ ഉടായ്പ ആരാണെന്ന് നിങ്ങൾ ഇരുന്നൊന്ന് ചിന്തിക്കും. ഞാൻ പറയാതെ തന്നെ മനസ്സിലായില്ല, അയ്യോ പുഷ്പ എന്നാണ് വിചാരം. എന്തായാലും ഞാനൊരു കുറച്ച് കാര്യങ്ങൾ കൊടുക്കാം. ദിയാസന പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ദിയാസനയും നാദരയും കൂടി ഒരു ന്യൂസ് 18 കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം എന്താണ് സംഭവം എന്ന് കേൾക്കാമല്ലോ. ഞാൻ കൊടുത്ത പരാതിയിലുള്ള പ്രതികളും അതുപോലെ എൻ്റെ പാസ്റ്റ് ഹിസ്റ്ററിയിലുണ്ടായിരുന്ന കുടുംബവും ഈ ഷഫീന ബീവി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ഈ ചാനലിന് റസൂൽ പൂക്കുട്ടിയുടെ പൈസ ഈ ചാനലിന് വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രൂഫുകൾ നമ്മളെ കയ്യിലുണ്ട്. അത് അത്രയും കഷ്ടപ്പെട്ട് ഓരോ വിഷയത്തിനുമേൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതാണ്. സജിനയും ഇവരൊക്കെ മാത്രമായിരിക്കും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു വളരെ വ്യക്തമായിട്ട് അതിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത്, ഒരു ആക്രമണം നമുക്കെതിരെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കെതിരെ നിന്ന കുറേ അധികം മനുഷ്യരെ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ആക്രമിക്കുന്ന ഒരു സാഹചര്യം, അത് സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം കാലം നമ്മളത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ് വലിയ രീതിയിൽ. എനിക്ക് തോന്നുന്നു ഇപ്പൊ സന മനസ്സിലാക്കിയെടുത്തോളം. പക്ഷെ ഞാൻ എപ്പോഴും പറയട്ടെ, ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഈ പ്രശ്നമുള്ളത്. ഇപ്പൊ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ ഒന്നും എനിക്ക് വലിയ രീതിയിൽ ആരാണ് ആക്രമിക്കാൻ കൂടുതൽ ഒരു ത്വര കാണിക്കുന്നത്? അത് എന്റെ അക്കൗണ്ടിനകത്ത് ഏറ്റവും കൂടുതൽ സംഘപരിവാർ തന്നെയാണ് കൂടുതലുള്ളത്. കാരണം എന്റേത് ഒരു 180K പുറത്ത് ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ടാണ്. പൊതുവെ എനിക്ക് അതിനകത്ത് തീവ്ര മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളും ഈ പറഞ്ഞ സംഘപരിവാർ അജണ്ടയിലെ ആളുകളും ഇന്നെ കോർണിഷ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കാരണം ഞാനത് തീവ്ര മുസ്ലിംസ് എന്ന് പറയുമ്പോഴത്തേക്കും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരല്ല, അതിൽ തീവ്രമായിട്ട് വിശ്വസിക്കുന്ന ആളുകൾ അതായത് നമ്മളെന്ന് വിശ്വസിക്കുന്ന മുസ്ലിം മതജാതി വിവേചനം അടക്കം ഈ മുസ്ലിം ആണെന്ന് പുറത്ത് പ്രൗഡായിട്ട് പറയുന്ന ഒരാളാണ്. അതെ, അത് അവർക്ക് പറ്റത്തില്ല. കാരണം ഞാൻ നമ്മുടെ ആചാരപ്രകാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിസ്റ്റം പോലെ ജീവിക്കണം. ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മുസ്ലിം അല്ല, അത് അവരാണ് തീരുമാനിക്കുന്നത്, ഞാനല്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ സംഘപരിവാറും തീവ്ര മുസ്ലിംസും ഇല്ലെങ്കിൽ ഒരു കൂട്ടം നമുക്കെതിരെ മെനിനിസ്റ്റ് എന്ന് പറയുന്ന ഒരു കൂട്ടം വിട്ടുപോയി. അത് വിട്ടുപോയത് എന്ന് വെച്ചാല് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം പ്രത്യേകിച്ച് മൈനോറിറ്റി മനുഷ്യരെ സപ്പോർട്ട് ചെയ്ത കാലഘട്ടം മുതൽ എന്നെയും മൈനോറിറ്റി മനുഷ്യരെയും അല്ലാതെ സ്ത്രീകളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് ഒരു വലിയൊരു ആക്രമണത്തിലേക്ക് ഫേസ്ബുക്ക് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ മാത്രം ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു മറ്റു സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ മാരകമായിട്ടുള്ള ഒരു സപ്പോർട്ട് സനയ്ക്ക് വിഷയത്തിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അതായത് ആക്രമണങ്ങൾ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അതുണ്ടാവും, സ്വാഭാവികമാണ്. ഇല്ലാതെ ഇരിക്കാനുള്ള ചാൻസ് ഒന്നുമില്ല, എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടത്തിൽ പല ബുള്ളിങ്ങുകൾ ഉണ്ടാകും. എനിക്ക് തന്നെ എന്തൊക്കെ രീതിയിലുള്ള ഫേക്ക് അക്കൗണ്ടിൽ നിന്നുള്ള ബുള്ളിങ് ഡെയിലി നടക്കുന്നുണ്ടെന്നറിയാമോ? ഞാൻ ഇതെന്ത് കോപ്പ്, ഞാൻ പിന്നെ അതിന് വേണ്ടിയിട്ട് സമയം കളയാറില്ല. ഞാനിങ്ങനെ ബോറൊക്കെ അടിച്ച് ചത്തുകുത്തി ഇങ്ങനെ ഒടിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ സമയം പോകാനായിട്ട് എന്നെ ചീത്ത വിളിക്കുന്നവന്മാരെ ലിസ്റ്റിലോട്ട് ഞാൻ പോകും. വാടാ മക്കളെ വാ, നമുക്ക് ഇവിടെ ഇന്ന് കൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും പൂരത്തെറി വിളിക്കും, അവനെ തിരിച്ചു വിളിക്കും, അല്ലെങ്കിൽ അവളെ തിരിച്ചു വിളിക്കും. നമ്മളെങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിൽ പോകും. നാളെ ഒരു സമയത്ത് ചിലപ്പോൾ എൻ്റെ വോയിസ് റെക്കോർഡുകളൊക്കെ വന്നു, അതുൽ വ്ളോഗ്സിന്റെ പൂരത്തെറി വിളി ഇന്നാ കേട്ടോ. അപ്പൊ നിങ്ങൾ കണ്ണ് പൊത്തി ചെവി പൊത്തി ഇരുന്ന് വേണം കേൾക്കാൻ കേട്ടാ, ആസ്വദിക്കരുത് അധികമായിട്ട്. അമ്മ അതിന്റെ ലെവലിലൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഇവ ഇത്രയും ചെറ്റായിരുന്നു. ആ കാര്യത്തിൽ എൻ്റെ പേഴ്സണലിൽ വന്നിട്ട് എന്നെ ആര് പറഞ്ഞാലും ഞാൻ വിളിക്കുന്നത് പിന്നെ അവൻ്റെ പഞ്ചായത്തിൽ പോലും ഇല്ലാത്ത വിളി ഞാൻ ചിലപ്പോൾ വിളിച്ചെന്നിരിക്കും, സ്വാഭാവികമാണ്. പിന്നെ ചിലവരെയൊക്കെ ഞാൻ ഒരു മയത്തിലേ വിളിക്കാറുള്ളൂ. എന്നെ ഇങ്ങോട്ട് കയറിയിട്ട് അവരാതെ വിളിച്ചു കഴിഞ്ഞാൽ തീർത്തുകളായി. അതിപ്പോൾ ആരായാലും അങ്ങനെ തന്നെ നിങ്ങൾക്ക് വിളിക്കാറിയാം. അതുകൊണ്ട് നാളെ ഇനിയിപ്പോൾ ചിലപ്പോൾ എൻ്റെ കുറച്ച് സ്ത്രീകളായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്താണ് പറയുന്നത്, അത് വ്ളോഗ്സിൻ്റെ തെറിവിളി കേട്ടും കൊണ്ട്
ഒന്നുമില്ല, കണ്ടിന്യൂ. ഒക്കെ നിലനിൽക്കുന്ന സമയത്താണ് വലിയൊരു ഗുരുതരമായൊരു മറ്റൊരു വിഷയത്തെപ്പറ്റി നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത്. ഈ പറഞ്ഞത് ഒരു 2 മാസങ്ങൾക്ക് മുൻപാണെന്ന് തോന്നുന്നു, സജിന ഈ പറഞ്ഞ പോലെ ഫിറോസ് ഖാനെതിരെ ഒരു അലിഗേഷൻ പറയുകയാണ്. എന്ന് പറയുമ്പോൾ ഒരു പോക്സോ കേസ്, 16 വയസ്സുള്ള പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നത് സജിന സോഷ്യൽ മീഡിയയിലൂടെ പുറത്തേക്ക് ഇവർ രണ്ടുപേരും ഈ പറഞ്ഞ പോക്സോയിൽപ്പെട്ട പെൺകുട്ടിയും ഇല്ലെങ്കിൽ സജിനയും നടത്തിയിട്ടുള്ള സംഭാഷണം ഒരു പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളടക്കം എല്ലായിടത്തും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ്. ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ടത് മാസങ്ങൾക്ക് മുൻപാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെ മാസങ്ങൾക്ക് മുമ്പ് സജിനയ്ക്ക് ഈ വിഷയം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, സജിനയ്ക്ക് നമ്മുടെ ഈ സമൂഹത്തോടൊരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് വിഷയം റിപ്പോർട്ട് ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിലായിരുന്നു. അല്ലാതെ ഈ റെക്കോർഡ് ചെയ്തിട്ട് അത് മറ്റുള്ളവരെ കേൾപ്പിക്കുക എന്നുള്ളതല്ല. അങ്ങനത്തെ ഒരു റെസ്പോൺസിബിലിറ്റി സജിന കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത് സജിനയുടെ കയ്യിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്, സജിന പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ ഇത് പുറത്തു പോകില്ല എന്ന് ഉറപ്പ് കൂടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിശ്വാസവഞ്ചന കൂടി അതിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പരസ്പരം സംസാരിച്ച ഒരു റെക്കോർഡ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതൊരു പോക്സോ വിഷയമാണ്. എന്തുകൊണ്ട് സജിന ആ വിഷയം മനസ്സിലാക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. മാത്രമല്ല, ആ ക്രൈമിന്റെ ഭാഗമായിട്ട് കൂടെ നിന്നായിട്ടാണ് നമുക്ക് കാണാനും സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ വിഷയം പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സിസ്റ്റം അത് ഏറ്റെടുത്തിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ എന്തുകൊണ്ടായിരിക്കാം ഒരു സിസ്റ്റം ഏറ്റെടുക്കാതെ പോയത്? പ്രത്യേകിച്ച് വലിയൊരു ഗുരുതരമായ വിഷയമാണ് പോക്സോ വിഷയം എന്നുള്ളത്. അതെ. ഇത് എനിക്കുള്ളൊരു ചോദ്യം തന്നെയാണ്. കാരണം 2 മാസം മുമ്പ് ഇവർ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ആ വീഡിയോകളൊക്കെ പിൻവലിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അപ്പോൾ ആ സമയത്തെ സജിന അറിഞ്ഞിരിക്കുന്നു BNS ആക്ട് പ്രകാരം ഇത് ശിക്ഷാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പം അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പം ഈ പറഞ്ഞ സജിന ആരെ സംരക്ഷിക്കാൻ, എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ട് ചെയ്തത്, ആരെ ടാർഗറ്റ് ചെയ്ത് ചെയ്തത് എന്നുള്ളതൊക്കെ അതിനകത്തുനിന്ന് വ്യക്തമായിരുന്നു. പക്ഷെ അതിനുശേഷം ഈ വോയിസ് റെക്കോർഡുകൾ 2 ദിവസം മുമ്പേ സമൂഹ മാധ്യമങ്ങളിൽ വന്നു. അപ്പം ഇന്ന് നിങ്ങൾ ചോദിക്കും, നമ്മളൊക്കെ ഇരുന്ന് പ്രസംഗിച്ച് നമുക്കൊന്നും അതിന് റിപ്പോർട്ട് ചെയ്തു. ഞാൻ പരാതി കൊടുത്തു. എപ്പോഴാണോ എനിക്ക് കിട്ടിയത് ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരുപാട് ആളുകളിലേക്ക് അത് എത്തിയ സമയത്ത് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പരാതി കൊടുത്തതിന് പ്രകാരം CWCയുടെ ഭാഗത്ത് നിന്ന് ഈ വീഡിയോ, റെക്കോർഡഡ് വീഡിയോ, അതായത് ഈ ലിങ്ക് ഇപ്പോൾ റിമൂവ് ചെയ്തു. അവർ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കൃത്യമായിട്ട് CWC പരിശോധിച്ച് അതിനെതിരെ കൃത്യമായ നടപടി ഉണ്ടാവണം എന്നുള്ളത്. അത് ഒരു യൂട്യൂബ് ചാനലിൽ ഷഫീന ബീവി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് വ്ലോഗ്സ് ചാനലിനകത്ത് ആ സ്ത്രീയാണ് അത് കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ഉൾപ്പെടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ബുള്ളി ചെയ്തിട്ടുള്ള ചാനലാണ്. പക്ഷേ ഈ ചാനലിനകത്ത് സജിനയും ആ കുട്ടിയും സംസാരിച്ചിരിക്കുന്ന ഒരു വലിയൊരു അലിഗേഷനാണ്. അതിനകത്ത് വസ്തുതകളുണ്ടോ ഇല്ല എന്നൊക്കെ പോലീസ് എങ്ങനെ കിട്ടി എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ആര് കൊടുത്തു, സജിനയുടെ കയ്യിൽ നിന്ന് സജിന ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളതും അതൊരു ഇല്ലീഗൽ വശവും കൂടിയാണ്. കാരണം അത് കൊടുക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അതെ, സജിന കൊടുക്കാൻ പാടില്ലാത്ത കാര്യം സജിന കൈമാറി. എന്നിട്ട് ഈ കടയാടി വന്നിരുന്ന് പറയുന്നത് ദിയാസനയാണ് പുറത്തു വിട്ടത്. നിനക്ക് നാണം ഉണ്ടാടി, ഉളുപ്പില്ലാത്തവളെ. ഇവള് പല വീഡിയോസായിട്ട് ഇരുന്ന് പറഞ്ഞു ദിയാസനയാണ് പുറത്തുവിട്ട കോപ്പാണ് കണ്ടി കമ്പും എൻ്റെ പൂക്കുണ്ടി എന്നെ കൊണ്ടൊന്നും പറയില്ല. പച്ച തെറിവിളിക്ക് എനിക്ക് ചില സമയം തന്നെ ചവിട്ടി ഞാൻ തുപ്പി നിന്നെ തോണി ഞാൻ നമ്മൾ നാഗച്ചേച്ചി പറയുന്ന പോലെ എനിക്ക് ചില സമയത്ത് പെരുത്ത് കയറും നിന്റെ. ആര് എവിടെയായിരുന്നു? നമ്മളിവിടെ. ദിയാസനയാണ് ഇത് പുറത്തു വിട്ടതെന്നാണ് ചില സമയത്ത് ഇവള് പറയുന്നത്. ഇവിടെ പറച്ചിൽ കേട്ടാലേ ചൊറിഞ്ഞു ഒരു മനുഷ്യന്. ഉള്ള കാര്യം ഞാൻ സീരിയസിൽ പറയാം. ഇവിടെ പോലെ തന്നെ ഒന്നും അടുപ്പിക്കരുത്. എൻ്റെ പൊന്നു റോഷിനി, എങ്ങനെയാടി നിനക്ക് ഇങ്ങനെ ഒരു കൂട്ടുകാരിയെ കിട്ടി? നിനക്ക് ഇവിടെ നിന്ന് കിട്ടി? എന്ത് ഐശ്വര്യമുള്ള പെണ്ണാ നീ. നിന്നെ കാണുമ്പോൾ പലതവണ എനിക്ക് തന്നെ ക്രഷ് അടിച്ചു. ഞാൻ തന്നെ മറ്റേ ഏത് പാട്ടിടാം നമുക്ക്, ഒരു വേനൽ പുഴയിൽ നിന്നീല, അതുമാതിരി. പക്ഷെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ആര് നീയല്ല ഇവള് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു കൂട്ടുകാരി കിട്ടി? സോ പതത്തറ്റിക് സിറ്റുവേഷൻ. റോഷിയുടെ ലൈഫിലെ ഒരു ബ്ലാക്ക് മാർക്ക് തന്നെയാണ്. ഈ കൂടെ നിൽക്കുന്ന കൂട്ടുകാർ ശരിയല്ലെങ്കിൽ നമ്മൾ മൂഞ്ചി പോകും കേട്ടോ. നമ്മുടെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എപ്പോഴും അറിയുന്നത് നമ്മുടെ കൂട്ടുകാരായിരിക്കും. ഒരു സമയത്ത് ഇതുപോലെയൊക്കെ ഇരിക്കും അവസാനം റോഷിനിയുടെയൊക്കെ അവസ്ഥ. റോഷിനിക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇങ്ങനത്തെ സാധനമൊക്കെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെ ജീവിതം കോഞ്ഞാട്ടയാവും. വേറെ അതിൽ അപ്പീലൊന്നുമില്ല. എന്തായാലും നെഞ്ചിൽ കുടിയിറക്കം. നമുക്ക് വിഷയത്തിലോട്ട് വീണ്ടും തിരുമ്പി വരാം. അപ്പോൾ ആ വോയിസ് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം റെക്കോർഡ് ചെയ്യാൻ പോലും പാടില്ല. ഇനി ഒരു പക്ഷേ റെക്കോർഡ് ചെയ്താൽ അത് പോലീസ് സ്റ്റേഷനിൽ കാണിക്കേണ്ടതും കേൾപ്പിക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. പകരം പലർക്ക് സെൻഡ് ചെയ്ത് കൊടുത്ത്, ഷെഫീനയ്ക്കടക്കം സെൻഡ് ചെയ്ത് കൊടുത്ത് അവിടെ ചാനൽ ഇടിപ്പിച്ചിട്ട് ഈ കടയാടി മക്കൾ വന്നിരുന്ന് പറയുന്നത് എന്താ, ദിയാസന പുറത്തു വിട്ടെന്ന്. നീയൊക്കെ എന്തോ ചാണ മേടി ചവച്ചടിച്ചത്, ഇനി എന്താ കോപ്പുകളെ
ഞാൻ പച്ച തെറിയായി എന്റെ ഗൈഡ് ലൈൻസ് എന്നെ സമ്മതിക്കുന്നില്ല. പറ ബാക്കി. ഈ സജന ഈ പറഞ്ഞ പോലെ ചലഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ആ ചലഞ്ചിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട മനുഷ്യരൊന്നും അല്ല. കാരണം നമുക്കെതിരെ ഒരു ആരോപണം നടത്തുമ്പോൾ നമുക്ക് നമ്മുടെ സമയമൊക്കെ നമുക്ക് വിലപ്പെട്ടതാണ്, നമ്മുടെ ജോലി തിരക്ക് വിലപ്പെട്ടതാണ്, നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക ഇടങ്ങളിലുള്ള മനുഷ്യരെ പല പാർട്ടി പൊളിറ്റീഷ്യൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് വെല്ലുവിളിക്കുന്നു. പലരും പല 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 വേണമെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, അതൊരു സൈഡിൽ കൂടെ പോകും, അതൊരു ഇതിൽ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ MDMA ആരോപണത്തിൽ ദിയാസിനെ മാത്രം ഇങ്ങനെ തന്നെ നിൽക്കുന്നത്? അത് ദിയാസനെ അറ്റാക്ക് ചെയ്യണം. എന്നെ അറ്റാക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിചാരിക്കണ പോലെയുള്ള ഈ സൈബർ സ്പേസിലല്ല. കാരണം ഈ സൈബർ സ്പേസ് ഒരുപാട് കണ്ടു വന്നതാണ്. ഞാനൊരു കാര്യം പറയണതാണ്. ഈ സൈബർ സ്പേസിൽ ഇതുപോലെയുള്ള വളരെ വലിയ രീതിയിൽ വൃത്തികെട്ട അലിഗേഷൻ ഉണ്ടാക്കിയ ഒരാൾക്കെതിരെ പ്രതികരിച്ച ഒരു സ്ത്രീയാണ് ഞാൻ. എന്തുകൊണ്ടാണ് ഞാൻ ആ പ്രതികരണം നടത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സമനില തെറ്റി നമുക്ക് കയ്യിൽ നിന്ന് പോയിട്ട് ചെയ്തിരിക്കുന്ന ഓരോ ആക്ടുകളാണ്. ഇത് എത്ര നാൾ നമ്മൾ ചെയ്യും? എത്ര യൂട്യൂബർമാർക്കെതിരെ നമ്മൾ അങ്ങനെ ഇതാക്കും? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ, ആ ഒരു യൂട്യൂബർ ഷഫീന ബീവി എന്ന് പറയുന്ന ഒരു സ്ത്രീ, അതിന് മെയിൻ സ്ട്രീം ചാനലിൽ പറയണം. കേരളത്തിലെ മൈനോറിറ്റി ആയിട്ടുള്ള മനുഷ്യരെ, സ്ത്രീകളെ, എത്ര മനുഷ്യരെ, പുരുഷന്മാരായിക്കോട്ടെ, ഇവരിങ്ങനെ നിരന്തരം നിന്ന് ആക്രമിക്കുകയാണ്. ഇതുപോലെ കാശ് മേടിക്കുക, അതിനുശേഷം അവർ ചലഞ്ച് ചെയ്യുക, ആളുകളെ വെല്ലുവിളിക്കുക. ഇവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ ബുള്ളിങ് നടത്തി 42-50ഓളം പരാതികൾ വന്നിട്ടും ഒരു തരത്തിൽ ആക്ഷനും ഈ സ്ത്രീക്കെതിരെ എടുക്കാൻ പറ്റുന്നില്ല. ഈ സ്ത്രീ ഒളിച്ചിരുന്നിട്ടാണ് യൂട്യൂബ് ചാനൽ വഴി ഇത് ചെയ്യുന്നത്. യൂട്യൂബുകളുടെ നിയന്ത്രണം വളരെ വലിയ രീതിയിൽ അതിക്രമിച്ചിരിക്കുന്നു. ഇത് കാരണം എത്ര മനുഷ്യർക്കാണ് പ്രശ്നമുള്ളതെന്നറിയാവോ? ഈ ചാനലിലൂടെ വന്നിരിക്കുന്ന വീഡിയോ ആണ് നമ്മളെ പലരെയും ബാധിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവർ ഫേക്ക് അലിഗേഷൻ, ഫേക്ക് ക്രിയേറ്റിവിറ്റി, ഈ ചാനലിലാണ് ആ പോക്സോ അലിഗേഷനിൽപ്പെട്ട കുട്ടിയുടെ ഓഡിയോ ഉൾപ്പെടെ വന്നത്. ഈ സ്ത്രീക്കൊന്നും ഒരു നിയന്ത്രണം അതൊക്കെ എവിടെ നിന്ന് കിട്ടി, ആര് തന്നു എന്നുള്ളത്. പക്ഷെ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സജനയ്ക്ക് തന്നെയാണ്. കാരണം സജന തന്റെ കയ്യിലുണ്ടായിരുന്ന വോയിസ് ക്ലിപ്പ് ആർക്ക് കൊടുത്താലും അത് ഒരു വലിയ ക്രൈമിന്റെ ഭാഗമായിട്ട് കൂടെ നിന്നു എന്നുള്ളതാണ്. കാരണം മാസങ്ങൾക്ക് മുമ്പ് വിഷയം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ കൃത്യമായി പരാതി കൊടുക്കണമായിരുന്നു എന്നുള്ളതാണ്. ഈ സജനയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവരമില്ല, ബോധമില്ല, ഒരു പൊക്കണമില്ല. ഈ ഓസ്കാർ എന്താണെന്ന് പോലും ഈ സജനയ്ക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാവോ ഓസ്കാർ എന്താണെന്ന്? റസൂൽ പൂക്കുട്ടിക്ക് ഓസ്കാർ ഉണ്ടെന്ന്. ഈ ഓസ്കാർ എന്താ എന്ന് ചോദിച്ച ഒരു സജനുണ്ട്. അത്രയ്ക്കും വിവരമില്ലാത്ത വിവരദോഷിയാണ് ഇവള്. ഇവളാണ് വന്നിട്ട് കൊണയടിക്കുന്നത്. നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. ആ കൊച്ചും ഇവളും സജിനയും തമ്മിൽ സംസാരിച്ച സാധനം റെക്കോർഡ് ചെയ്ത് ഇവളാണ് ഹാൻഡ് ഓവർ ചെയ്തത്. എന്നിട്ട് പറയുന്നത് ദിയാസനെയാണ് പുറത്തു വിട്ടേന്ന്. എവളെ പിടിച്ച് ജവരി ചേർത്ത് വെച്ച് പോരക്കേണ്ട സമയം കഴിഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഏറ്റവും വലിയ കോമഡിയാണ് ഓസ്കാർ അല്ലേ? അതെന്താ വലിയ സംഭവം? ഭയങ്കര സംഭവമാണ്. ആണല്ലേ? ഞാൻ വിചാരിച്ച മറ്റേ പണ്ട് സ്കൂളിൽ നിന്ന് തവളച്ചാട്ടത്തിന് പ്രൈസ് കിട്ടത്തില്ലേ, അതുപോലത്തെ സംഭവമാണ് ഓസ്കാർ എന്ന് വിചാരിച്ചെന്നാണ് സജിനെ വിചാരിച്ചുകൊണ്ടിരുന്നത്. അത്രയ്ക്ക് വിവരമില്ലാത്ത, ബോധമില്ലാത്ത, പൊക്കണമില്ലാത്ത സാധനമാണ്. പിന്നെ ഓസ്കാറിന് ഇപ്പോൾ വലിയ വിലയൊന്നുമില്ല കേട്ടോ. നമ്മുടെ പൂക്കുട്ടി എണ്ണ ഓസ്കാർ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഈ ഗതിയും കൂടി കേട്ടപ്പോൾ ഓസ്കാറിന്റെ വിലയെ പോയി. ഇനി ഓസ്കാർ അതിപ്പോൾ നമ്മളെ പൂക്കുട്ടി എണ്ണനെ വരെ കിട്ടണം. പിന്നെ ഇനി ആർക്ക് കിട്ടി എന്ത് എന്നുള്ള സെറ്റപ്പിലായി ഓസ്കാറിന്റെ വാല്യൂ. തലച്ചില്ലേടി പെണ്ണേ നീ. അതുപോലെ ഒരാൾ കെയർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ സജിനയ്ക്ക് പിന്നെ കെയർ, അയ്യോ ഏട്ടായി കെയർ തന്നോ, പിന്നെ ഇനി ഏട്ടായി, അയ്യോ ഏട്ടായി എനിക്ക് വേണ്ടിയിട്ട് അങ്ങിരുന്നും കൊണ്ട് വിളിച്ചു പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിസിനൊക്കെ എത്തിച്ച, പിന്നെ ഏട്ടായി തന്നെ മാസ്. ആ സെറ്റപ്പിലാണ് നമ്മുടെ സജിന്. ഒന്നും പറയാനില്ല എന്നല്ല, ഒരുപാട് പറയാനുണ്ട്, ഞാനൊന്നും പറയുന്നില്ല. അതാണ് അതിന്റെ ശരി. ഇനി ദിയാസനയുടെ ഒരു സ്റ്റോറി ഞാനൊന്ന് കൊടുക്കാം. ഒരു മായി, പിന്നെ മറ്റേ ആൻഡ് ഇട്ടിട്ട് 2 ഒരു 0 ഒരു വര ഒരു ഇതിട്ട് റുപ്പീസ്, മോളും ഒരു പൂക്കുട്ടിയും കഥ തുടരും. ഒരു മൈ മോളും ഒരു പൂക്കുട്ടിയും കഥ തുടരും. കഥ വരട്ടെ, ഞാൻ അതിനാണ് വെയിറ്റിംഗ്. നിങ്ങളൊക്കെ തെളിവ് വെച്ചാലല്ലേ നമുക്ക് കയ്യിൽ നമ്മുടെ ഉള്ളതും കൂടിയൊക്കെ ഇട്ട് പറഞ്ഞ് നാട്ടുകാരിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ വെയിറ്റിംഗ് കേട്ടോ. എന്തായാലും സജിന, നീ രക്ഷപ്പെടും. നാട്ടുകാരെ പറ്റിച്ച്, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന അവനെയൊക്കെ പറ്റിച്ചിട്ട് ഊറ്റിയിട്ട് അണി ട്രാപ്പ് നടത്തി നീ രക്ഷപ്പെടും. പിന്നെ തോള് ചായ്ക്കാൻ ഒരു ഇടം കിട്ടിക്കഴിഞ്ഞാൽ കഥം വരെ ചായ്ക്കുന്ന ടീമുകളുള്ള നാടാണ് ഈ നാട്, നമ്മുടെ കൊച്ചു കേരളം. അഭിമാനിക്കും. ഇനി ദിയാസന ലൈവിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ലോങ് ആണ്, കേൾക്കുക. വന്ന വലിയൊരു അലിഗേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ MDMA ഉപയോഗിച്ചു, MDMA ക്യാരിയറായി, അതുപോലെ MDMA അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് വന്നു, അവർക്ക് കൊടുത്തു, ഇവർക്ക് കൊടുത്തു, അവരോട് തിന്നാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ അവരിങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന സമയത്ത് എനിക്കെതിരെ വലിയ രീതിയിലുള്ള ബുള്ളിങ്, സൈബർ ബുള്ളിങ്. ഒബ്വിയസ്ലി അത് എനിക്ക് നല്ല രീതിയിൽ ശത്രുക്കളുണ്ടെന്ന് പറയുന്നത് എങ്ങനെ, ഞാൻ പൊളിറ്റിക്സ് പറയുന്നത് ഞാൻ വിമർശിക്കുന്നതിന്റെ പേരിൽ ഞാൻ നല്ല രീതിയിൽ ഫയർ ചെയ്യുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ട് എനിക്ക് തെറ്റെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എവിടെയും വിളിച്ചു പോകും, സംസാരിക്കും. അപ്പം ഇതിന്റെയൊക്കെ പേരിൽ ഞാൻ ആക്രമിക്കപ്പെടുന്നത് ചില്ലറ രീതിയിലൊന്നുമല്ല. മേ ബി എനിക്കിത് വേണം എന്ന് വെച്ചാൽ
നമ്മൾ നമ്മളുടെ ആക്ടിവിറ്റികളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പുറത്ത് നമ്മൾക്കൊരു മുഖവും നമ്മൾ ഇന്റേണലി നമ്മൾ എന്താ പറഞ്ഞത് നമ്മൾ ഭയങ്കര സ്നേഹമുള്ള ഒരാൾ എല്ലാവരും സഹായിക്കുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത്ര ഹെൽപ്പൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ കുറേ പഴികൾ കേൾക്കേണ്ടി വരുന്നു, ജീവിതത്തിൽ കുറേ അനുഭവിക്കേണ്ടി വരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 15 കൊല്ലമായി ഞാൻ ഈ സാമൂഹ്യ പ്രവർത്തനം രംഗത്ത് സജീവമായിട്ടൊക്കെ വന്നു തുടങ്ങിയിട്ട്. അപ്പം എത്രയോ കാലങ്ങൾക്ക് മുമ്പേ എനിക്കെതിരെ പലതരത്തിൽ കേസുകൾ, അതായത് ഞാൻ മോശക്കാരിയാണെന്ന് തുടങ്ങി വളരെ വൃത്തികെട്ട രീതിയിലുള്ള പല അലിഗേഷൻസുകൾ എനിക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എനിക്കൊന്ന് സോഷ്യൽ മീഡിയ കുറേ കൂടെ സജീവമായതുകൊണ്ടായിരിക്കും നമുക്ക് ഈ സോഷ്യൽ ബുള്ളിംഗ് ഭയങ്കരമായിട്ട് വന്നു തുടങ്ങിയത് തോന്നുന്നു. അപ്പം ഏത് കാറ്റഗറിയിൽ നമ്മൾ നിൽക്കുന്ന സമയത്തും അതത് സമയത്തുണ്ടായിരുന്ന സോഷ്യൽ സ്പേസുകളിൽ ഈ വിഷയങ്ങളല്ല പല വിഷയങ്ങളും എനിക്കെതിരെ പലതരത്തിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ ഈ സംസാരിക്കുന്നതിന്റെ പേരിൽ, ഞാൻ പ്രതികരിക്കുന്നതിന്റെ പേരിൽ, ഞാൻ സ്റ്റാൻഡ് ചെയ്യുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാനൊരു ഇടതുപക്ഷ സഹയാത്രിയായിട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്ക് എന്റേതായിട്ടുള്ള ഇഷ്ടങ്ങൾ, കാര്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ മറ്റു പൊളിറ്റിക്കൽ ടീമുകൾക്ക്, ഇപ്പം കോൺഗ്രസ്സുകാർക്കായിക്കോട്ടെ, ബിജെപിക്കാരാണ് കൂടുതൽ, അവർക്കൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ എൻ്റെ അടുത്തുണ്ടായിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് എനിക്കൊരു എന്താ പറയുക, എനിക്കതൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തില്ല. കാരണം പൊളിറ്റിക്സ് എപ്പോഴും നമ്മൾ തുറന്നു പറയുന്ന സമയത്ത് നമുക്ക് ശത്രുക്കൾ ഉണ്ടാകും, ഒബ്വിയസ്ലി. അപ്പോൾ ഞാൻ അത് അങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം സൈബറിടത്ത് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ ഭൂരിഭാഗമുള്ളതും BJP അനുഭാവികളായിട്ടുള്ള ആളുകളും അതുപോലെ തീവ്ര മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളും അതുപോലെ മിനിസ്റ്റർ ടീമുകളും എന്നെ പർപ്പസ്ഫുള്ളി അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടാലും ഞാനൊരു വീഡിയോ ഇട്ടാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വരുന്ന ചില കമന്റ്സുകളും ചില സാഹചര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം എല്ലാവരും എന്നോട് പറയും, അവർ നടത്തിയ ആരോപണത്തിൽ ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നത് അവരുടെ ആരോപണം ഏതെങ്കിലും രീതിയിൽ അവരൊരു പ്രൂഫ് നിങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ടാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഇവിടെ ഇരുന്നത് ഇപ്പോൾ എനിക്ക് ഒരുപാട് ആളുകൾ എനിക്ക് ഇതിരുന്നു, നിമിഷ നിങ്ങൾ MDM ആണ് എന്ന് ഞാൻ പറയുകയാണ് ഒരു സ്റ്റേറ്റ്മെന്റ്. ഞാനൊരു പ്രൂഫ് പോലും സബ്മിറ്റ് ചെയ്യാതെ നമ്മൾ ഇത്തരത്തിലൊരു അലിഗേഷൻ ചെയ്യുന്ന സമയത്ത് കിട്ടി, ദിയാസിനെ അടിക്കാനുള്ള ആയുധം കിട്ടി, ദിയാസിനെ അങ്ങ് ആക്രമിച്ച് ഇല്ലാതാക്കി കളയാം, എന്നാൽ ദിയാസിലേക്ക് കൊടുക്കാനുള്ളത് മുഴുവൻ നമുക്ക് കൊടുക്കാം എന്നും പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ എന്നെ ആക്രമിക്കാൻ വരുമ്പോൾ അങ്ങനെ അത് അടികിട്ടുമെന്ന ഒരു ഭയവും എനിക്കില്ല. പക്ഷേ എനിക്ക് സമൂഹത്തെ ബോധിപ്പിക്കേണ്ട ആവശ്യകതയുണ്ട്. കാരണം എന്നെ ചോദ്യം ചെയ്യുന്നത് പബ്ലിക്കാണ്. അപ്പോൾ ഞാൻ റെസ്പോൺസിബിൾ പേഴ്സൺ ആണ് നിങ്ങളുടെ മുമ്പിൽ ആൻസർ നൽകാൻ. അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം ഞാൻ പറയുന്ന വിഷയങ്ങൾ ഭയങ്കര മോശപ്പെട്ട അപരാധങ്ങളാണെന്ന് അറിയാം. ഓൾറെഡി നമ്മളോട് ഇഷ്ടമില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ടാവും. അവർക്ക് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ക്ലാപ്പ് ചെയ്ത് കൊട്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയൊരു ആക്സസ് കൂടിയാണ് ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പം എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ അലിഗേഷൻ വെച്ചാൽ ഞാൻ ഇതുകൊണ്ട് പറയട്ടെ, സജ്ജന നൂറിന് HIV പോസിറ്റീവ് ആണ്, ഒരു പ്രാവശ്യം അന്വേഷിക്കണം, ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഇയാൾ ഭയങ്കര പ്രശ്നമാണ്, ഇയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഈ റസൂൽ പൂക്കുട്ടി ഒരുപാട് പെണ്ണുങ്ങളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, ഇവൾക്ക് കിളവിമാരായിട്ടാണ് ഇയാളുടെ റിലേഷൻഷിപ്പ്. അത് നിങ്ങൾ ഓഡിയോ കേട്ടിട്ടുണ്ടാവും, അത്ര ആളുകളുടെ റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ എനിക്ക് വല്ല അസുഖം വരുന്നത് എനിക്ക് പേടിയുണ്ട്, എനിക്ക് ചെക്കിംഗ് നടത്തണം എന്നൊക്കെ അവൾ പറഞ്ഞു. ഈ സാധനങ്ങളൊക്കെ പബ്ലിഷ് ചെയ്ത് ഞാൻ ഇവൾ പറഞ്ഞ വിഷയത്തെ വളരെ ഗൗരവമായിട്ട് കണ്ട ആളുകളുടെ മുമ്പിലേക്ക് കോട്ടി കൊടുക്കുമ്പോൾ ആളുകൾ അത് എങ്ങനെ എടുക്കുന്നത്, ആളുകൾ അതിന് തമ്മിൽ ഉണ്ടാക്കിക്കൊണ്ടുവരും. ഞാൻ ഒരിക്കലും അത്തരത്തിലൊരു സാധനം ചെയ്തില്ല. ബട്ട് ഇന്ന് ഇതിവിടെ എനിക്ക് സംസാരിക്കേണ്ടി വരുന്നത് അവളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, എസ്പെഷ്യലി ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്നത് കൊണ്ട് തന്നെ ആ സർക്കിളുകളിൽ ഞാൻ ഉണ്ടായിരുന്ന ആളുകൾക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് എന്നെ ബാധിച്ചത് 24 മണിക്കൂറുകളാണ്. അപ്പം സജിനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും കാട്ടവരാത വിഹിതങ്ങൾ മറയ്ക്കാൻ വേണ്ടി ദിയാസനെ കരുവാക്കിക്കൊണ്ട് കാണിച്ച ഈ ഒരു നടപടി, അതിനെതിരെ കൃത്യമായിട്ട് ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ പ്രധാനമായിട്ട് നിങ്ങളോട് പറയുന്നത്, ഞാൻ ഈ വിഷയം അറിഞ്ഞ് ഓൺ ദ സ്പോട്ടിൽ വൈകുന്നേരം തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ ഡിഫോമേഷൻ ഞാൻ ഫയൽ ചെയ്തു. അതിന് കുറച്ച് പ്രോസസ്സുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് ഡിലേ വന്നായിരുന്നു. ഇപ്പോൾ അത് പാസ്സായിട്ടുണ്ട്. അവസാനം അവൾക്ക് ഒരു വക്കീൽ നോട്ടീസ് അയച്ചു. അവൾ പറഞ്ഞ അഡ്രസ്സിലേക്കാണ് അയച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് അറിയുന്ന അഡ്രസ്സിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ആ വീട് മാറിപ്പോയി. അതായത് അവൾ ആരോപിച്ച എനിക്ക് നല്ല പ്രൈവസിയൊക്കെ ഉള്ള ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ഭയങ്കര സന്തോഷമുള്ള ഒരു വീടുണ്ടായിരുന്നു, ഇത് എന്തെന്ന് ശാസ്ത്രമംഗലത്ത് ഒരു വീട്. ആ വീട്ടിൽ നിന്ന് അവൾ പോയി ഗൈസ്. ആ വീട്ടിൽ നിന്ന് അവൾ പോയി. വലിയ പ്രൂഫായിരുന്നല്ലോ അത് ദിയാസനെതിരെയുള്ള. ആ പ്രൂഫിനെ കളഞ്ഞിട്ട് അവൾ ഓടിപ്പോയി ഗൈസ്. മനസ്സിലായോ? നിങ്ങളത് മനസ്സിലാക്കണം. അവിടുന്ന് പോയി. ഇതുവരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ അവരുടെ ഭാഗത്ത് നിന്ന് വിളിപ്പിച്ചു. ഇതുവരെയും വന്നിട്ടില്ല. ഓക്കെ, ഇതുവരെയും ആ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ ആയിട്ട് വിളിപ്പിച്ചിട്ട് അവൾ വന്നിട്ടില്ല, ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്തില്ല. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ FIR ആക്കി. ഞാൻ ഇന്ന് കമ്മീഷൻ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. കാരണം നിരന്തരം 3-4 വീഡിയോകളായിട്ട് അവർ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി വളരെ കൃത്യമായിട്ട് പറയാം. എനിക്കെതിരെ വന്ന അലിഗേഷനിൽ സമൂഹത്തിന്റെ മുമ്പിൽ പറയാണ് ഞാൻ ടെസ്റ്റ് റിപ്പോർട്ട് എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ റിസൾട്ട് വരും, വെയിറ്റ് ആൻഡ് സീ നിങ്ങൾ. ഓക്കെ, അതൊന്ന്. കാരണം നമുക്ക് ആക്സസബിൾ ആകുന്ന ടെസ്റ്റ് റിപ്പോർട്ടുകൾ നമുക്ക് എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ ആര് വേണമെങ്കിലും ഒരു പരാതി കൊടുത്ത് അതിന്മേൽ അന്വേഷണം നടത്തി അതിന്റെ ഫർദർ ആയിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ, ഏത് ടെസ്റ്റ് റിപ്പോർട്ട് എടുക്കാനാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക. അത് ഇവിടുത്തെ നിയമമാണ്. അല്ലാതെ നമ്മൾ എടുത്ത് കൊടുത്തെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും പറ്റത്തില്ല. പിന്നെ ഇത് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് നിങ്ങളുടെയൊക്കെ മുമ്പിൽ ബോധിപ്പിക്കാൻ തന്നെയാണ്. കാരണം എനിക്ക് ബോധിപ്പിക്കേണ്ട അവസ്ഥ വന്നു. റസൂൽ പൂക്കുട്ടിയെ പോലെ ഒരുത്തനെ പിടിച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ സജിനെ പോലെ ഒരു ഫ്രോഡിനെ ഞാൻ പബ്ലിഷ് ചെയ്തതിന്റെ പേരിൽ ഞാൻ കേൾക്കേണ്ടി വന്ന പഴിക്ക് ഞാൻ മാത്രമാണ് റെസ്പോൺസിബിൾ. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് എന്റെ സൈഡ് നിങ്ങളുടെ മുമ്പിൽ ബോധിപ്പിക്കണം. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ബോധിപ്പിക്കും. എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം എന്തൊക്കെ നിങ്ങൾക്ക് വേണോ അതെല്ലാം ഞാൻ നിങ്ങളെ കൊണ്ട് ബോധിപ്പിക്കും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇവിടെ ഇരിക്കുന്ന കുറേ സപ്പോർട്ടേഴ്സ്, കുറച്ച് പൊതുബോധം ഒക്കെ തന്നെയാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത്. ഞാൻ ഫൈറ്റ് ചെയ്ത് വന്നത് എങ്ങനെയാണെന്നുള്ള കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു വിഷയം പബ്ലിഷ് ചെയ്തതിന്റെ പേരിൽ ഷഫീന ബീവി എന്ന് പറയുന്ന ചാനലിന് റസൂൽ പൂക്കുട്ടി കൊടുത്ത കൊട്ടേഷന്റെ ഭാഗമായിട്ട് എന്റെ പാസ്റ്റ് റിലേഷൻ, അതായത് എന്റെ ലൈഫിൽ നടന്ന ഒരു പാസ്റ്റ്, അതായത് എന്നെ വിവാഹം കഴിച്ച അയാളുടെ അമ്മയെയും സഹോദരിയെയും ഇതിനകത്ത് കൊണ്ടുവന്നു. ഒരു കണക്കിന് അത് എനിക്ക് നല്ല സൗകര്യം. എന്താണെന്ന് അറിയാമോ? നിലവിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന നെടുമങ്ങാട് കോടതിയിൽ. അപ്പോൾ അതിന്റെ ഒരു കുറെ കഥകൾ കഴിഞ്ഞു. ഏകദേശം 17 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് ഇപ്പോൾ നെടുമങ്ങാട് കോടതിയിൽ നടക്കുന്നു. ഒരു 5-6 വട്ടമായിട്ട് ഞങ്ങളെ കാല് പിടിച്ച് എങ്ങനെയെങ്കിലും കേസ് ക്ലോസ് ചെയ്ത് കൊടുക്കുമെന്ന് വന്നിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാത്ത ഒരു ദിയാസന ഉണ്ടായിരുന്നു പാസ്റ്റിൽ. അന്ന് എനിക്ക് ഷജന എന്നുള്ള പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഗാർഹിക പീഡനവും എന്റെ രണ്ടാമത്തെ കുഞ്ഞിനെ അടിവയർ നോക്കി ചവിട്ടി അബോഷണമായ സാഹചര്യത്തിൽ നിന്നാണ് ദിയാസന ആ വീടും നാടും കുടുംബവും ഒക്കെ വിട്ടിട്ട് അവിടെ നിന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ അടുത്തെത്തിയിരിക്കുന്ന എനിക്ക് ഇത്തരത്തിലുള്ള ഒരു സാധനങ്ങളൊന്നുമല്ല. പക്ഷേ സമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ റെസ്പോൺസിബിൾ പേഴ്സൺ ആയതിന്റെ പേരിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് പല കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് കൂടുതൽ സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് എന്റെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ ഞാൻ റെസ്പോണ്ട് നൽകുന്നതായിരിക്കും നിങ്ങൾക്ക്. അജിത് കുമാർ എന്ന് പറയുന്ന ഇയാൾ എന്റെ ഫേസ്ബുക്കിനകത്ത് ഓൾറെഡി വന്നിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, ടോർച്ചർ ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോൾ അയാൾ എന്റെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതായത് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിരുന്നു. അയാൾ ഒരേ
ഒരേ കമന്റ് പല ആവർത്തിയിട്ട് ഇടുന്നുണ്ട്. ഞാൻ വായിക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോയി എന്നെ സജിൻ അപമാനിച്ചു, ഞാൻ MDMA അല്ല എന്ന് എനിക്ക് തെളിയിക്കണം, പോലീസ് സാറെന്ന് പറഞ്ഞ തൂഫാൻ വെച്ച് സ്വന്തമായി പോകാൻ പറഞ്ഞ് ചെല്ല് സൽപ്പേര് നേടിയെടുക്കേണ്ടത് സ്വയമല്ലേ എന്ന്. അതായത് ഇയാൾ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ചെന്നിട്ട് ഞാൻ MDMA അല്ല സാർ എന്നെ പരിശോധിക്കണം സാർ, എന്നിട്ട് എന്നെ ചെക്ക് ചെയ്ത് പബ്ലിഷ് ചെയ്യണം സാർ എന്ന് പറയുന്നതല്ലേ എന്റെ ഹീറോയിസം എന്നാണ് ഒരു മുട്ട തലയിൽ വെച്ചിട്ട് ഒരു നാറി വന്ന് ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഇത് എന്താണെന്നുള്ളത്, ടാർഗറ്റിംഗ് ആണെന്നുള്ളത്. താങ്ക് യു സോ മച്ച് നന്ദിനി, താങ്ക് യു കരിഷ്മ, താങ്ക് യു ഡിയർ, താങ്ക് യു മെഹക്, താങ്ക് യു സോ മച്ച്. എനിക്കറിയില്ല ഇങ്ങനെ ഒരു കൂട്ടുകാരി എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് പറയാൻ എനിക്കറിയില്ല ബ്രദർ, എനിക്കറിയത്തില്ല. ഇത് കൂട്ടുകാരിൽ നിന്നും ഇതിന് പറയാൻ പറ്റത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എവിടെ നിന്നാണ് എനിക്കറിയാം, ഞാൻ വളരെ വൃത്തികെട്ട കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ഈ സ്ത്രീ എപ്പോഴാണോ എനിക്കെതിരെ MDMA എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്, അതിനുശേഷം ഞാൻ കുറെ ഇവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു. അതിന്റെ പ്രൂഫായിട്ട് 1-2 ഓഡിയോ റെക്കോർഡുകൾ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, 1-2 ഓഡിയോ റെക്കോർഡുകൾ. അതായത് അത് മൊത്തം എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഫിറോസ് ഖാൻ ഏതെങ്കിലും റെക്കോർഡുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിലോ മറ്റോ അത് ഈ പറഞ്ഞ സജ്ന നൂർ എല്ലാ ആളുകൾക്കും, സജ്ന നൂർ ഏകദേശം ഒരു 12 ആളുകൾക്ക് റെഗുലർ ആയിട്ടിരുന്ന ഒരു പ്രശ്നം വരുന്ന സമയത്ത് അയാൾ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് വോയിസ് റെക്കോർഡ് വായിക്കാറുണ്ട്. ഇന്ന് തന്നെ സജ്ന നൂറിന്റെ സ്റ്റോറിയിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും സജ്ന എല്ലാം ഡിലീറ്റ് ചെയ്തിരിക്കാം. ഓക്കെ, ഡിലീറ്റ് ചെയ്ത പോർഷനിലെ ഒരു സംഭവമാണ് ഞാൻ എടുത്തു. ചട്ടിയും കലവും ആകുമ്പോൾ തട്ടി മുട്ടിയൊക്കെ ഇരിക്കും. അപ്പോൾ അതൊക്കെ അങ്ങ് വിട്ട് കളയടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഫോണിൽ പല രീതികളിലുള്ള അൺനോൺ കോൾസുകൾ ഇവൾ ചെയ്തിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതിന്റെ ഫുൾ ഡീറ്റെയിൽ വെച്ചിട്ട് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. ഇന്നത്തെ പരാതിയിൽ ആ ഡീറ്റെയിൽ ഒക്കെ വെച്ചിട്ടുണ്ട്. വാട്സ്ആപ്പിന്റെ ഒരു ഓപ്പൺ സ്പേസിനെ എടുത്തപ്പോഴത്തേക്കും അതിനകത്താണ് സജ്നയുടെ രണ്ടാമത്തെ നമ്പർ. ഞാൻ കമ്മീഷൻ ഓഫീസിൽ ഇരിക്കുന്ന സമയത്താണ് കമ്മീഷണർക്ക് അറിയാം ഞാൻ അത് എപ്പോഴാണ് അങ്ങനെ ഒരു കോൾ വരുന്നത്. അതായത് സജ്നയുടെ ഒഫീഷ്യൽ നമ്പർ വേറെയും സജ്നയുടെ വാട്സ്ആപ്പിനകത്ത് കിടക്കുന്ന നമ്പർ വേറെയാണ്. അപ്പോൾ വാട്സ്ആപ്പിനകത്ത് കിടക്കുന്ന നമ്പറാണ് വാട്സ്ആപ്പിനകത്തൂടെ കയറാൻ പറ്റുന്നത്. കാരണം അത് മെയിൻ ഇതിനകത്ത് കിടക്കുന്നില്ല, എനിക്ക് വാട്സ്ആപ്പിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഇവിടെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നിട്ട് ഇന്നലെ സൺഡേ എന്റെ ഫോൺ അൺബ്ലോക്ഡ് ആയിരിക്കുന്നുണ്ട്. കാരണം ഞാൻ റീസെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ഫോൺ. പല നമ്പറുകളും ബ്ലോക്കും അൺബ്ലോക്കും എങ്ങനെ ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അൺബ്ലോക്ക്ഡ് സൺഡേ ആയിട്ടുണ്ട് എന്റെ ഫോണിൽ. അതിന്റെ പ്രൂഫ് എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇന്ന് അവരുടെ നമ്പർ വാട്സ്ആപ്പിൽ നിന്ന് എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ട് കമ്മീഷണറുടെ മുമ്പിൽ വെച്ചിട്ട് എഴുതാൻ വേണ്ടി പോകുമ്പോൾ വീഡിയോ കോൾ ഓപ്പൺ ആയി പോവാ, എനിക്ക് കൈ തട്ടിയിട്ട്. കാരണം ഞാൻ കുറച്ച് ഇമോഷണലി ആയിരുന്നു ആ സ്ഥലത്തിരുന്നത്. അപ്പോൾ തന്നെ ഞാനത് കട്ട് ചെയ്തു. അപ്പോഴും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറിന്റെ അടുത്ത് തന്നെ വെച്ചിട്ട് 2:30 മണിയായപ്പോഴത്തേക്കും ഇവളുടെ ഒരു വീഡിയോ കോൾ തിരിച്ചു വരികയാണ്. അപ്പോൾ പർപ്പസ്ഫുള്ളി അങ്ങനെ ഒരു കാര്യം ചെയ്തതല്ല. അവളാണ് വന്നിരുന്നിട്ട് മറ്റേ തട്ടി കലവുമാകുമ്പോൾ പൊട്ടി തട്ടിയൊക്കെ ഇരിക്കും അങ്ങനെ ഇങ്ങനെ പറഞ്ഞത്. ഒരു രീതിയിലും വന്നിരുന്നിട്ട് ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ ഒരു വീഡിയോ കോൾ ചെയ്യാന്ന് പറയുന്നത് ഇനി അത് അവൾ അതിനെ വലിയ രീതിയിൽ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ അത് റസപ്പുക്കുട്ടിയുടെ അവിധം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചത്. കാരണം എന്റെ കയ്യിൽ കുറച്ച് പ്രൂഫുകളുണ്ട്. അതാണ് അപ്പോൾ അതിന്റെ കൂടെ അതുകൂടെ കിടക്കട്ടെ. അവളെടുത്ത് സ്റ്റോറി വെച്ചിരിക്കുന്നു എന്തെന്ന്, അത് എനിക്ക് വന്നതാണ് ഈ കോള്, ഞാൻ തിരിച്ച് വിളിച്ചത് എന്റെ കൈ തട്ടി അറിയാതെ പോയതാണ് കേട്ടോ. അപ്പം കോംപ്രമൈസ് ചെയ്യാൻ വിളിച്ചേക്കുന്നത് തേങ്ങ അരി നീ ജന്മത്തിൽ നീ മുക്കളിൽ തൂറില്ല മോളെ, പുറകെ നടന്ന് തുരത്തി വരും ഞാൻ അങ്ങനെ. ജന്മത്തിൽ നീ മൂടിൽ ഇറങ്ങി ഒതുങ്ങിയിരിക്കില്ല. നിന്റെ റസൽ പൂക്കുട്ടിയും നീയും ചില്ലറ ഓട്ടോ തന്നെ ഓടാൻ പോകുന്നത്. അമ്മാരുടെ ഓട്ടോ ഓടും. ഞാൻ പെണ്ണാണെന്നുണ്ടെങ്കിൽ ഓടും, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണം. ഓക്കെ, നീ എന്തെങ്കിലും ചെയ്യുന്നത് വരെ ഞാൻ ഓടും നിന്റെ പുറകെ. ഞാൻ വെറുതെ ഒന്നും വിടത്തില്ല. ഒരാൾ ഇതാക്കണ്ട. സമൂഹം എന്ന് പറയുന്നത് എന്താണെന്നറിയോ, കുറെ കാട്ടപരാധികൾ വന്നിട്ട് കുറെ അപരാധങ്ങൾ കാണിക്കുക. കുറെ കാട്ടപരാധികൾ ഇവിടെമാരത് കാണാനാണ് ഇവിടെ കാണണ്ടേ. കാണാത്ത കുറെ കാട്ടപരാധന്മാരുണ്ടെങ്കിൽ അവർ കാണണ്ട. നിങ്ങൾ കാണരുത്. നിങ്ങൾ ആരും നിർബന്ധിപ്പിച്ച് കാണിപ്പിക്കുന്നില്ല. ഒരു മനുഷ്യൻ ഫേസ് ചെയ്തോണ്ടിരിക്കുക, ആ മനുഷ്യൻ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുക, റിയാക്ട് ചെയ്തോണ്ടിരിക്കുക. മനുഷ്യന്റെ അവസ്ഥ കാണുമ്പോഴത്തേക്ക് കുറെ ഈ സ്ത്രീക്ക് മാനസിക പ്രശ്നം എന്തുണ്ട്, ഈ സ്ത്രീയെ പിടിച്ച് അടക്കാൻ നോക്കി നിങ്ങൾ ആരെങ്കിലും അടക്കി തന്നു കഴിഞ്ഞാൽ എനിക്കൊരു റിലാക്സേഷനാണ്. ശരിക്കും ഇവർ അടങ്ങാത്തിടത്തോളം ഇങ്ങനെ പോയിക്കൊണ്ട് ഇവിടെ ഞാൻ അടങ്ങിയാലും എനിക്ക് കുറെ അധികം പറയാനുണ്ട്. കാരണം എനിക്ക് MDMA എന്ന് പറയുന്ന ടൈറ്റിൽ സ്പോൺസർ ഉണ്ടാക്കി തന്ന ഈ സജ്ന നൂറിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അത് വേറെ കാര്യം. ഓക്കെ, ദിയാസാനൊക്കെ പറയാനുള്ളത് നിങ്ങൾ കേട്ടല്ലോ. അവളുടെ സൈഡൊക്കെ പറയുന്നുണ്ട്. സത്യം ജയിക്കട്ടെ. സത്യം ജയിക്കാനൊന്നുമില്ല. ഞാൻ ഏറ്റവും എനിക്കൊരു ഇത് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ റോഷനിയുടെ ഒക്കെ കുടുംബത്തിൽ എക്സൈസുകാരെ കൊണ്ട് എത്തിച്ചതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു കുടുംബം, അവിടെ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, മുതിർന്നവരുണ്ട്, വയസ്സായവരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു നിമിഷത്തിൽ അവിടെ എക്സൈസുകാർ കയറി ചെല്ലുമ്പോൾ അവരുടെ ഇമേജിനെ ബാധിക്കും. പ്രത്യേകിച്ച് റെപ്യൂട്ടഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് അയൽവാസികൾ എന്ത് വിചാരിക്കുമോ, വീട്ടിൽ റെയ്ഡൊക്കെ നടന്നല്ലോ, എന്താണ് നാളെ ആ കുടുംബത്തിലുള്ള ബാക്കിയുള്ള പെൺകുട്ടികൾക്ക് കല്യാണം നടക്കാനുള്ള സാധ്യതയെ വരെ ബാധിക്കും. അപ്പം ആ രീതിയിലാണ് ഇന്ന് അവിടുത്തെ പ്രകടനങ്ങൾ നടന്നിട്ടുള്ളത്. ഓക്കെ, സീരിയസ്ലി അത് മനസ്സിലാക്കണം. ഇങ്ങനെ എന്തുവാ ഇത്, റെയ്ഡ് ചാടിക്കയറി രാവിലെ ഉറങ്ങണിക്കുമ്പോൾ എക്സൈസുകാർ മുന്നിൽ കണി കാണുന്നത്. ദൈവമേ, എക്സൈസുകാർ 7 പേരുണ്ട്, വരുന്നു, റെയ്ഡ് ചെയ്യുന്നു, ഒന്നും കിട്ടുന്നില്ല. എന്തെങ്കിലും കിട്ടിയെങ്കിൽ ഓക്കെ, ഒന്നും കിട്ടിയില്ല. ഇത് കളിച്ച കളിയാണ്. ഇത് മാക്സിമം ഇവരെ നാറ്റിക്കുക, പൊതുസമൂഹത്തിൽ നാറ്റിക്കുക. അപ്പോൾ എക്സൈസുകാർ റൈഡിന് വന്നെങ്കിൽ അവിടെ എന്തോ പ്രശ്നം ഉള്ളതുകൊണ്ടല്ലേ വന്നതെന്ന് നാട്ടുകാർ പറയും. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ ഈ റോഷിനിയായാലും ദിയാസനയായാലും ഒക്കെ നിൽക്കുക. എങ്ങനെയായാലും ഇപ്പോൾ എടുത്താൽ നോക്കും, നല്ല രീതിയിൽ പണി തരും. പെടുത്തിയിട്ടേ ഇതൊക്കെ അടങ്ങത്തുള്ളൂ. പക്ഷേ സത്യം ജയിക്കും, സത്യം മാത്രം ജയിക്കും, സത്യത്തിനൊപ്പം എന്ന് തന്നെ പറയേണ്ടി വരും. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ വേണ്ടിയാ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.